സംസ്ഥാനത്ത് സ്വകാര്യ കമ്പനികൾ കാലാവധി കഴിഞ്ഞ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് സമ്മതിച്ചു ആരോഗ്യവകുപ്പ്. ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജനം ടിവിയോട് വ്യക്തമാക്കി. മെഡിക്കൽ ഉപകരണങ്ങളിൽ കാലാവധി കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് ഡ്രഗ്സ് കൺട്രോളറും നിർദ്ദേശിക്കുന്നു. മെഡിക്കൽ ഉപകരണ നിയമത്തിന് ലംഘനമാണ് നടക്കുന്നതെന്നും ഡ്രഗ്സ് കൺട്രോളർ വ്യക്തമാക്കുന്നു. ജനം ഇംപാക്ട്. സംസ്ഥാനത്ത് സ്വകാര്യ കമ്പനികൾ കാലാവധി കഴിഞ്ഞ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വാർത്ത ജനം ടിവി തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരുന്നു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ. തെളിവുകൾ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജനം ടിവിയോട് പറഞ്ഞു. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് KMC-യിലാണല്ലോ ചെയ്യുക. അപ്പോൾ അത് KMC-യിൽ പ്രൊക്യൂർ ചെയ്തതാണോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വിഷയം കേൾക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് പരിശോധിക്കാം. അങ്ങനെ ഒരു പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നോളൂ. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും അങ്ങനെ ഒരു ഡേറ്റയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നോളൂ. തീർച്ചയായിട്ടും മെഡിക്കൽ ഉപകരണ നിയമപ്രകാരം എല്ലാ ഉപകരണങ്ങളിലും കാലാവധി കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് ഡ്രഗ്സ് കൺട്രോളർ വ്യക്തമാക്കി. സംസ്ഥാനത്തൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മെഡിക്കൽ ഡിവൈസുകളില്ലേ, നമ്മുടെ സർജറിക്ക് ശേഷമൊക്കെ ഇടുന്ന ഫിലാഡൽഫിയ കോളർ, നീ സപ്പോർട്ട് അങ്ങനത്തെ ഉള്ള സാധനങ്ങളില്ലേ, അപ്പൊ അതിനൊക്കെ എക്സ്പയറി ഡേറ്റ് ആവശ്യമുണ്ടോ? വേണം. മെഡിക്കൽ ഡിവൈസ് റൂള് പ്രകാരമൊക്കെ ലേബലിംഗ് പ്രകാരമുള്ളതൊക്കെ വേണ്ടതാണ്. അതെല്ലാം ആണല്ലേ. അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലും പരാതി വല്ലതും ലഭിച്ചിട്ടുണ്ടോ സാറേ? ഒരു പരാതി എറണാകുളത്ത് ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്താണ് ലഭിച്ചിരിക്കുന്നത് എന്റെ ഒരു പരാതി. സർജറിക്ക് ശേഷം ഉപയോഗിക്കുന്ന ഫിലാഡൽഫിയ കോളർ, ഒടിവുകൾക്ക് ഉപയോഗിക്കുന്ന ബെൽറ്റുകൾ, കൈകൾക്കും കാലുകൾക്കും സപ്പോർട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ബാഗുകൾ എന്നിവ അടക്കമുള്ള മെഡിക്കൽ ഉപകരണങ്ങളാണ് കാലാവധി രേഖപ്പെടുത്താതെ വിതരണം ചെയ്യുന്നത്. കാലപ്പഴക്കമേറിയ ഉപകരണങ്ങൾ വഴി രോഗികൾക്കുണ്ടാകുന്നത് ക്യാൻസർ പോലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. മരുന്നുകളിലായാലും ഉപകരണങ്ങളിലായാലും ഗുണനിലവാരം ഉറപ്പുവരുത്തി കാലാവധി കൃത്യമായി രേഖപ്പെടുത്തണം. മാത്രമല്ല, സ്വകാര്യ കമ്പനികളെ സഹായിക്കുന്ന ഉന്നതരിലേക്കും അന്വേഷണം നീളേണ്ടതുണ്ട്. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.